الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا ونبينا محمدا عبده ورسوله أما بعد فإن خير الكلام كلام الله وخير الهدي هدي سيدنا محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. صدق الله العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. قال رسول الله صلى الله عليه وسلم الأرواح جنود مجندة ما تعارف ائتلف وما تناكر اختلف. رواه البخاري. والصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي يدركني يا رسول الله يا صاحب الوقت جبهتي تحت نعالكم أعوذ بكم نيابة عنكم يا رسول الله. ഏറ്റവും ബഹുമാനമുള്ള സാദാത്തുക്കൾ, ഉലമാക്കൾ, എൻ്റെ കരളിട്ട ഘട്ടങ്ങളായ മുതഅല്ലിമുകൾ, സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകർ, സഹോദരങ്ങൾ, സുഹൃത്തുക്കളെ, അൽ മദീന എന്ന് പറയുമ്പോൾ തന്നെ നാം ഓർക്കുന്നത് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ഹദീസാണ്. ഇന്നൽ ഈമാന ലയറിസു ഇലൽ മദീനത്തി കമാ തറിസുൽ ഹയ്യത്തു ഇലാ ജുഹ്രിഹാ. തീർച്ചയായും ഈമാൻ അഥവാ മുഅ്മിനായ മനുഷ്യന്റെ ഹൃദയം ലയറിസു ഇലൽ മദീനത്തി, അൽ മദീനത്തുൽ മുനവ്വറ, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്ന ആ മദീന മുനവ്വറയിലേക്ക് ആകർഷിച്ചുകൊണ്ടിരിക്കും. ഏത് മുഅ്മിനിന്റെയും ഹൃദയം മദീന മുനവ്വറയിലേക്ക് ആകർഷിച്ചുകൊണ്ടിരിക്കും. കമാ തഇസുൽ ഹയ്യത്തു ഇലാ ജുഹ്രിഹാ. ഒരു പാമ്പ് അതിന്റെ മാളത്തിൽ നിന്ന് മടയിൽ നിന്ന് പുറത്തിറങ്ങി ആവശ്യമായതൊക്കെ പെറുക്കിയെടുത്ത് ഭക്ഷിച്ച് കഴിഞ്ഞാൽ ഉടനെ ആ മാളത്തിലേക്ക് തന്നെ പോകണം എന്ന് പാമ്പ് ആഗ്രഹിക്കുന്നത് പോലെ മനുഷ്യൻ ഇവിടെ ജീവിക്കുന്ന അത്യാവശ്യ കാര്യങ്ങളൊക്കെ ഇവിടുന്ന് ചെയ്താലും
എനിക്ക് മദീനയിലേക്ക് തന്നെ പോകണം, മദീനയിലേക്ക് എത്തണം എന്ന് മുഅ്മിനായ മനുഷ്യന്റെ ഹൃദയം ആഗ്രഹിച്ചുകൊണ്ടിരിക്കുമെന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ മദീന മുനവ്വറയുടെ ബറക്കത്ത് ഉദ്ദേശിച്ചുകൊണ്ട് അൽ മദീന എന്ന് പേര് വെച്ച സ്ഥാപനമാണ് ഇത്. ഈ സ്ഥാപനം ആ മദീനയാണെന്ന് ഞാൻ പറഞ്ഞു എന്ന് ആരും പറഞ്ഞു പ്രചരിപ്പിക്കണ്ട. അൽ മദീനത്തുൽ മുനവ്വറ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്ന ആ രാജ്യം, ലോകത്ത് വെച്ച് ആകാശത്തിലും ഭൂമിയിലും ഉള്ള എല്ലാ സ്ഥലങ്ങളിലും വെച്ച് ഏറ്റവും ശ്രേഷ്ഠതയുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്ന ഖബർ ശരീഫ് ആണ്. ഇതിൽ ഉലമാക്കൾക്കിടയിൽ തർക്കം ഇല്ല. ആ മദീനയിൽ നിന്ന് ലോകത്തേക്ക് മുഴുവനും അവിടെ നിന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നു. നാം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ മുഴുവനും അവിടെ നിന്ന് വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചതാണ്. ഖുൽ അമലു ഫസയറല്ലാഹു അമലക്കും വറസൂലുഹു. ഖുൽ നബിയെ തങ്ങൾ പറഞ്ഞു കൊടുക്കുക, ഇഅമലു നിങ്ങൾ പ്രവർത്തിക്കണം, ഫസയറല്ലാഹു അമലക്കും തീർച്ചയായും അല്ലാഹു തആല നിങ്ങളുടെ പ്രവർത്തനം വീക്ഷിച്ചുകൊണ്ടേയിരിക്കുന്നു. വറസൂലുഹു അല്ലാഹുവിന്റെ റസൂലും നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു, കണ്ടുകൊണ്ടേയിരിക്കുന്നു എന്ന് തങ്ങൾ പറഞ്ഞു കൊടുക്കണമെന്ന് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു കൽപ്പിക്കുകയാണ്. ഈ അൽ മദീനയുടെ അങ്കണത്തിൽ നാം ഒത്തുചേരുമ്പോൾ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങകലെ മദീനയിൽ നിന്ന് നമ്മുടെ സദസ്സ്, നമ്മുടെ സ്വലാത്ത്, നമ്മുടെ വഅദ്, നമ്മുടെ നസീഹത്ത് ഇതെല്ലാം വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിച്ചതാണല്ലോ. ആ മദീന മുനവ്വറയിൽ അല്ലാഹുവിന്റെ ഹബീബ് കിടക്കുമെന്ന് അല്ലാഹു കിടമിൽ തന്നെ തീരുമാനിച്ചതാണല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിലേക്ക് ഹിജറ പോകുമെന്ന് തൗറാത്തിലും ഇഞ്ചീലിലും സബൂറിലും എല്ലാം അറിയിച്ചിട്ടുണ്ട്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരുന്നതിന്റെ 700 അല്ലെങ്കിൽ ഒരു റിവായത്തനുസരിച്ച് 800 കൊല്ലം മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദീന പിടിച്ചടക്കാൻ യമനിലെ തുബ്ബഉ രാജാവ് വരികയുണ്ടായി. യമൻ രാജാക്കന്മാരുടെ ലഖബാണ് തുബ്ബഉ. 700 കൊല്ലം മുമ്പുള്ള തുബ്ബഉ മദീന പിടിച്ചെടുക്കാൻ വേണ്ടി വരുന്നു. എല്ലാ സൈന്യങ്ങളും പട്ടാളവും ഒരിക്കൽ മുഴുവനും ആയി മദീനയിലേക്ക് വരുന്നു. മദീനയിലേക്ക് കടന്ന ഉടനെ, കടക്കാൻ അടുത്ത ഉടനെ അദ്ദേഹത്തിനൊരു രോഗം, വായിൽ നിന്നും മൂക്കിൽ നിന്നും ദുഷിച്ച മണം വരുന്നു, ദുർഗന്ധം വരുന്നു. അങ്ങനെ മദീനത്ത് കടന്ന ഉടനെ മദീനം വെട്ടിപ്പിടിക്കാൻ ശ്രമിക്കാതെ ഈ രോഗത്തിന് ചികിത്സയായി എല്ലാ വൈദ്യരെയും ഡോക്ടർമാരെയും കൊണ്ടുവന്ന് ചികിത്സിക്കുന്നവരും അവന്റെ രോഗം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ മൂക്കിൽ നിന്നും വായിൽ നിന്നും വരുന്ന ഈ ദുർഗന്ധത്തിന്റെ പേരിൽ രാജാവിന്റെ കൂടെയുള്ള ആളുകളൊക്കെ മാറി 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 പോകാൻ തുടങ്ങി. സ്വന്തം ഭാര്യ പോലും
പ്രൈവറ്റ് സെക്രട്ടറിമാര് പോലും അവിടേക്ക് വരാൻ മടിച്ചു തുടങ്ങി. ചികിത്സ ചെയ്തിട്ട് പ്രയോജനമില്ല. ആ സമയത്ത് ഒരു പാവപ്പെട്ട മനുഷ്യൻ വന്നിട്ട് രാജാവിനോട് പറഞ്ഞു, രാജാവ്, നിങ്ങൾ ഇത്രയുമെല്ലാം ചികിത്സ ചെയ്തു, യാതൊരു ഫലവും കണ്ടില്ല. എന്നാൽ ഞാനൊരു കാര്യം പറയട്ടെ, അത് നിങ്ങൾ സ്വീകരിക്കുമോ? എങ്കിൽ നിങ്ങളുടെ രോഗം മാറും. ഉടനെ പറയൂ. പറഞ്ഞു. എന്താണ് പറയുന്നത്? ഈ മദീന എന്ന രാജ്യം അമ്പിയാക്കളുടെ അവസാനത്തെ നബിയായ, അവസാനത്തെ റസൂലായ, ഖാതിമുർ റസൂലായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജറ വരാൻ അല്ലാഹു നിശ്ചയിച്ച സ്ഥലമാണ്. അവിടുത്തെ ഹിജറയുടെ സ്ഥലമാണിത്. ഈ സ്ഥലം നിങ്ങൾ പിടിച്ചെടുക്കാൻ വന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ രോഗമുണ്ടായത്. ഉടനെ നിങ്ങൾ ഇവിടുന്ന് പിന്മാറിക്കൊള്ളണം, എന്നാൽ നിങ്ങൾക്ക് രോഗം ഉണ്ടാവുകയില്ല. ഇത് പറഞ്ഞപ്പോൾ രാജാവ് തീരുമാനിച്ചു, മദീന പിടിച്ചെടുക്കുന്നില്ല, പിന്മാറുകയാണ്. ഉടനെ പുറത്തോട്ട് കടന്ന ഉടനെ അവന്റെ രോഗം മാറുന്നു. ആ സമയം രാജാവിന്റെ കൂടെ വന്നിരുന്ന ചില പണ്ഡിതന്മാരും ചില പ്രധാനികളും പറഞ്ഞു, ഞങ്ങൾ ഏതായാലും ഇനി നാട്ടിലേക്ക് മടങ്ങുന്നില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജറ വരുന്ന സ്ഥലം ആയതുകൊണ്ട് ഞങ്ങൾ ഇവിടെ നിന്ന് ഭരിക്കാനാണ് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞു രാജാവിനോട് സമ്മതം ചോദിച്ചു. ആ സമയത്ത് രാജാവ് സമ്മതം കൊടുക്കുക മാത്രമല്ല, അദ്ദേഹം പറയുന്നു, അങ്ങനെയാണ് എങ്കിൽ ആ നബി ഹിജറ വന്നാൽ താമസിക്കാനുള്ള ഒരു വീട് എന്റെ വകയായി നിർമ്മിച്ചു വെക്കണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെയാണ് മദീനയിൽ ഒരു വീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുന്നതിന്റെ 700 കൊല്ലം മുമ്പ് നിർമ്മിക്കുകയും ആ വീടിന്റെ നാദിറായി ഒരു വ്യക്തിയെ നിശ്ചയിക്കുകയും ചെയ്തു. ആ നാദിറിന് ശേഷം മറ്റൊരാള് വന്ന് ആ വീട്ടിന്റെ നാദിർ അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജറ വരുമ്പോഴുള്ള നാദിർ ബഹുമാനപ്പെട്ട അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു അൻഹു. ഈ സ്വഹാബിയാണ്. അബൂ അയ്യൂബുൽ അൻസാരിയുടെ സ്വന്തം ഉടമസ്ഥതയുള്ള വീട് അല്ല, മറിച്ച് ഇങ്ങനെ അതിന്റെ നവാറത്ത്, അതിന്റെ മേൽനോട്ടം വഹിക്കാൻ പാരമ്പര്യമായി വന്നിട്ടുള്ള വീടാണ്. ഈ വീട്ടിൽ അബൂ അയ്യൂബുൽ അൻസാരി താമസിക്കുന്നു. അതാ മദീനയിൽ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെന്നപ്പോൾ എല്ലാ ആളുകളും ആവശ്യപ്പെടുന്നു, ഞങ്ങളെ വീട്ടിലേക്ക് വരണം, ഞങ്ങളെ വീട്ടിൽ ഇറങ്ങണം. അവിടുന്ന് പറഞ്ഞു, എന്റെ ഒട്ടകം എവിടെയാണ് മുട്ടുകുത്തുന്നത് അവിടെ ഞാൻ ഇറങ്ങുമെന്ന് പറഞ്ഞു. അഗ്രിയത മദീനയിലെ ജനങ്ങൾ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വീകരിക്കുന്നു. അല്ലാഹു അക്ബർ, ജാഅ മുഹമ്മദ്, അല്ലാഹു അക്ബർ, ജാഅ റസൂലുള്ളാഹി, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ജാഅ മുഹമ്മദ്, അല്ലാഹു അക്ബർ, ജാഅ നബിയുല്ലാഹി, ജാഅ ഹബീബുല്ലാഹി എന്നിങ്ങനെ വലിയ ആളുകൾ തക്ബീർ ചൊല്ലി സ്വീകരിക്കുമ്പോൾ ചെറിയ കുട്ടികൾ അതാ ത്വലഅൽ ബദ്റു ചൊല്ലിക്കൊണ്ട് ബൈത്ത് ചൊല്ലിക്കൊണ്ട് റസൂലുള്ളാഹിനെ സ്വീകരിക്കുന്നു. സ്വീകരിച്ച് അതാ എല്ലാവരും ആവശ്യപ്പെട്ടെങ്കിലും ഒരു സ്ഥലത്തും ഇറങ്ങാതെ അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിന്റെ മുമ്പിലെത്തിയപ്പോൾ ഒട്ടകം അവിടെ മുട്ടുകുത്തുന്നു, അവിടെ ഇറങ്ങുന്നു, ആ വീട്ടിൽ താമസിക്കുന്നു. ഈ വീട് 700 കൊല്ലം മുമ്പ് അല്ലാഹുവിന്റെ റസൂലിന് വേണ്ടി നിർമ്മിച്ച് കാത്തു നിൽക്കുന്ന വീടായിരുന്നു.
അങ്ങനെ ആ മദീന മുനവ്വറയിൽ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിക്കുകയും അവിടുന്ന് തന്നെ വഫാത്താവുകയും ചെയ്ത് അവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് എനിക്ക് ഈ സമ്മേളനത്തിൽ പറയാനുള്ളത്, അൽ മദീന വന്നപ്പോ എന്റെ ഓർമ്മയിൽ വന്നതാണ്, നാം എല്ലാവരും ആ മദീന മുനവ്വറയിലേക്കുള്ള ആഗ്രഹമുള്ളവരാവണം. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്കുള്ള ഇഷ്കുള്ളവരാവണം, അവിടത്തേക്ക് ആഗ്രഹമുള്ളവരാവണം. മാത്രമല്ല അല്ലാഹുവിന്റെ ഹബീബ് നമ്മുടെ മുഴുവൻ കാര്യങ്ങളും അറിയുകയും നോക്കുകയും ചെയ്യുന്നുണ്ട്. മാത്രമല്ല പലപ്പോഴും മീറ്റിംഗ് കൂടും, അവിടെ റസൂലുള്ളാഹിന്റെ അധ്യക്ഷതയിൽ യോഗങ്ങൾ നടക്കും, സമ്മേളനങ്ങൾ നടക്കും. ഇത് കേൾക്കുമ്പോൾ ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്ക് അത്ഭുതം തോന്നും. ഇല്ല ഇല്ല, നിങ്ങളെ ഈ ശരീരമില്ല, ഇപ്പോൾ ഇവിടെ യോഗം ചേരുന്നില്ലേ, ഇവിടെ സമ്മേളനം നടത്തുന്നില്ലേ? എങ്കിൽ അല്ലാഹുവിന്റെ ഹബീബ് ഇമാം ബുഖാരി തന്റെ സ്വഹീഹിൽ ഉദ്ധരിച്ച ഹദീസിലൂടെ നമ്മളെ പഠിപ്പിച്ചു, അൽ അർവാഹു ജുനൂദുൽ മുജന്നദത്തുൻ. അൽ അർവാഹു റൂഹുകൾ ജുനൂദുൽ മുജന്നദത്തുൻ, അവർ സമ്മേളിക്കുന്ന സൈന്യങ്ങളാകുന്നു. മനുഷ്യന്മാരുടെ റൂഹ് സമ്മേളിക്കുന്നു. എന്നിട്ടോ സമ്മേളിക്കുമ്പോ ആ സമ്മേളിക്കുന്നതിൽ മരിച്ചവരുടെ റൂഹുകൾ ഉണ്ടാകും, ഹയാത്തുള്ളവരുടെ റൂഹും ഉണ്ടാകും. അല്ലാഹുവിന്റെ ഔലിയാക്കളുടെ റൂഹുകൾ എല്ലാം ആ സമ്മേളനത്തിൽ സംബന്ധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മാ തആറഫ ഇഖ്തലഫ. ആ സമ്മേളനത്തിൽ ഒരുമിച്ച് കൂടുന്ന സമ്മേളനം നടക്കുന്ന സമയത്ത് മഅരിഫത്തുള്ള ആളുകൾ മുഴുവനും ഒരുമിച്ച് കൂടുന്നു. മുമ്പ് മഅരിഫത്ത് തമ്മിലുള്ള പരിചയം, റസൂലുള്ളാഹിനെ പരിചയം ഒരു അർത്ഥപ്രകാരം, മറ്റൊരു അർത്ഥപ്രകാരം അവർ തമ്മിലുള്ള പരിചയം, ആ പരിചയവും ബന്ധവും ഉള്ള ശരിയായ ഹൃദയമുള്ള ആളുകൾ അവർ ഒരുമിച്ച് കൂടും. എന്ത് ഇതൊക്കെ പറയുന്നത് ശരിയല്ല, അത് കളവാണ്, അത് കളവാണെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാം നിഷേധിക്കുകയും എല്ലാം തള്ളിക്കളയുകയും ചെയ്യുന്നവനോ ഇഖ്തലഫ, ആ സമ്മേളനത്തിൽ കൂടാൻ സാധിക്കുകയില്ല, അവൻ മാറിപ്പോകും എന്ന് ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ അഖീദ അതാണ്. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ അഖീദ ഈ കാണുന്ന ജഡം മാത്രമല്ല, ഈ ജഡത്തിന്റെ ശക്തി ഇതിൽ അന്തർലീനമായ റൂഹിന്റെ ശക്തിയാണ്. ജഡത്തിൽ നാം നല്ല വസ്ത്രം ധരിപ്പിക്കുന്നു, ഇല്ലേ? വസ്ത്രം മനുഷ്യൻ ഭംഗിയാണ്. അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞത് തന്നെ എത്ര അത്ഭുതം. ഖുദൂ സീനത്തക്കും ഇൻദ കുല്ലി മസ്ജിദ്. നിങ്ങൾ വിക്കരിക്കുമ്പോൾ വസ്ത്രം ധരിക്കണമെന്ന് പറഞ്ഞതിൽ അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞ എന്താണ്? നിങ്ങളുടെ സീനത്ത്, ഭംഗി, അത് നിങ്ങൾ സ്വീകരിക്കണം. അപ്പൊ ഭംഗിയാണ് മനുഷ്യന്റെ ശരീരത്തിന്റെ ഭംഗിയാണ് വസ്ത്രം. ഈ ശരീരത്തിന് നാം വസ്ത്രം ധരിപ്പിക്കുന്നു. ഈ ശരീരത്തിന് ദാഹിക്കുന്ന സമയത്ത് നാം വെള്ളം കൊടുക്കുന്നു, വിശക്കുന്ന സമയത്ത് ഭക്ഷണം കൊടുക്കുന്നു, രോഗം വരുമ്പോൾ ചികിത്സ കൊടുക്കുന്നു. എങ്കിൽ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, നമ്മുടെ ആത്മാവിന് ചികിത്സ വേണം, ആത്മാവിന് വെള്ളം വേണം, ആത്മാവിന് വെളിച്ചം വേണം, ആത്മാവിന് മരുന്ന് വേണം. അത് പഠിപ്പിക്കാനാണ് നമ്മുടെ അൽ മദീനയും ജാമിയ സഅദിയയും സയ്യിദ് ബദരി ഉള്ളാൾ സയ്യിദ് ബദരി കോളേജും മർക്കസ് തഖാഫത്ത് സുന്നിയയും അങ്ങനെ നമ്മുടെ സുന്നത്ത് ജമാഅത്തിന്റെ മുഴുവൻ സ്ഥാപനങ്ങളും ഉണ്ടാക്കുന്നത് നമ്മുടെ ആത്മാവിന് വെളിച്ചം കൊടുക്കാൻ, ആത്മാവിന് മരുന്ന് കൊടുക്കാൻ,
ആത്മാവിന് ഭക്ഷണവും വെള്ളവും കൊടുക്കാനാണ്. അത് കൊടുത്തിട്ടില്ലെങ്കിലോ ഇങ്ങനെ ഒരു സാധനമായി നടക്കും, ജീവനില്ലാത്ത സാധനം. അൽ ഇൽമു ഹയാത്തുൽ ഇസ്ലാം. മഹത്തായ ഇൽമ് അത് മുസ്ലിമിന്റെ ജീവനാണ്, ഇസ്ലാമിന്റെ ജീവനാണ്. ആ നാഫിയായ ഇൽമ് ഇല്ലെങ്കിലോ അവൻ പ്രതിമകളാണ്. റോട്ടിൽ കാണാൻ പ്രതിമകൾ ഉണ്ടാക്കി വെക്കും. ഇന്ത്യ രാജ്യത്തിന്റെ വലിയ തലവന്മാരുടെ പ്രതിമകൾ ഉണ്ടാക്കി വെക്കാറുണ്ട്, രാജാക്കന്മാരുടെ പ്രതിമകൾ ഉണ്ടാക്കി വെക്കാറുണ്ട്, വലിയ വലിയ സ്വാമിമാരുടെ പ്രതിമകൾ ഉണ്ടാക്കി വെക്കാറുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ പ്രതിമകളിലെല്ലാം കാക്കയും കഴുകനും വന്നു തലയിൽ ഇരുന്ന് ചുമലിലേക്ക് കാഷ്ടിക്കുന്നത് നമുക്ക് കാണാം. എന്താണ്? ആ പ്രതിമകൾക്ക് ജീവനില്ല. അതുപോലെ ഇപ്പോൾ ചില പണ്ഡിത സഭയും ചില ആളുകളൊക്കെ തുടങ്ങിയിരിക്കുന്നു, പഴയ ആലിമ്യങ്ങളെ ഫോട്ടോ എടുത്തിട്ട് ഇങ്ങനെ റോട്ടുമലൊക്കെ പ്രദർശിപ്പിക്കുന്നു. സുബ്ഹാനല്ലാഹ്. ഞാനും ബഹുമാനപ്പെട്ട ഉള്ളാത്തങ്ങളും സുള്ളിയത്തൊരു സമ്മേളനത്തിന് പോയപ്പോ അവിടെ ഞങ്ങൾക്കൊരു സ്വീകരണം വെച്ച അത് പോയപ്പോ ഞങ്ങൾ ഫോട്ടോ അവിടെ ഒന്ന് കുറച്ച് സ്ഥലത്ത് വെച്ചതായിട്ട് ഞങ്ങൾ കണ്ടു. അന്ന് ഞങ്ങൾ പ്രഖ്യാപിച്ചു, ഇനി മേലിൽ ഞങ്ങളുടെ ഫോട്ടോകൾ അങ്ങനെ പ്ലസുകളായി വെക്കാൻ പാടില്ല. അതേ സമയത്ത് പണ്ഡിത സഭകൾ പഴയ ആലിമ്യങ്ങള് വലിയ 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 ആളുകളുടെ ഫോട്ടോകളൊക്കെ ഉണ്ടാക്കി റോട്ടിന്റെ പക്കത്ത് ഇങ്ങനെ വെക്കും. ബസ് വരുമ്പോ വെള്ളം ചളിയും കൂടി മുഖത്തേക്ക് ഒരൊറ്റ അടി, ചളിയും വെള്ളവും ഒന്നായി മുഖത്തേക്ക് അടിക്കുന്നു. അതുപോലെ കാക്കയും കഴുകനും വന്നിട്ട് കാഷ്ടിക്കുന്നു. എന്തുകൊണ്ടാണത്? അതൊരിക്കലും പാടില്ലാത്തതാണ്. ആ ഭാഗം ഇരിക്കട്ടെ. ഏതായിരുന്നാലും ഈ പ്രതിമകളിൽ ഇതുകൊണ്ട് കാഷ്ടിക്കുന്നത്, പക്ഷികൾ വന്നിരിക്കുന്നത് അവർക്ക് ഒരു പേടിയില്ല, ജീവനില്ലാത്തത് കൊണ്ട്. അതേസമയത്ത് 2 വയസ്സുള്ള ഒരു കുട്ടി ഇവിടെ ഇരിക്കുന്നുവെങ്കിൽ ആ കുട്ടിയുടെ മുൻഭാഗത്ത് ഒരു ഭക്ഷണ സാധനം വെച്ചു കൊടുത്താൽ കാക്ക വന്നിട്ട് ഇങ്ങനെ ചുറ്റി മെല്ലെ ഒറ്റക്കൊത്തും കൊത്തി ഓടിപ്പോവുകയല്ലാതെ ആ കുട്ടിയുടെ തലയിൽ കയറി കാക്കച്ചിരിക്കൂല. എന്താണ്? ജീവനുണ്ട്. കുട്ടിക്ക് പിടിക്കാൻ കഴിവൊന്നും വേണ്ട. ജീവനുണ്ടോ എന്നാൽ പേടിയാണ്. അതുകൊണ്ട് അൽ ഇൽമു ഹയാത്തുൽ ഇസ്ലാം, ആ മഹത്തായ ഇൽമു അഥവാ ഇൽമിനെ ബഹുമാനിക്കുന്ന ഇൽമു, ഉസ്താദുമാരെ ബഹുമാനിക്കുന്ന ഇൽമു, വലിയവരെ ബഹുമാനിക്കുന്ന ഇൽമു, ആഖിറത്തെ സംബന്ധിച്ച് ചിന്തിക്കുന്ന ഇൽമു, ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മഹബ്ബത്ത് വെക്കുന്ന ഇൽമു, അതുവഴി അല്ലാഹുവിനെ പേടിക്കുകയും അല്ലാഹുവിനെ മഹബ്ബത്ത് വെക്കുകയും ചെയ്യുന്ന ഇൽമു, അതാണ് നാഫിയായ ഇൽമു. ആ ഇൽമു ഹയാത്തുൽ ഇസ്ലാം, അതാണ് മുസ്ലിമിന്റെ ജീവൻ. അതുകൊണ്ട് ചെറുപ്പക്കാര്, സഹോദരങ്ങള്, സുഹൃത്തുക്കളെ, നിങ്ങൾ ഇതുപോലുള്ള സ്ഥാപനങ്ങളുടെ പ്രവർത്തനം കാണുമ്പോൾ അതിന് കഴിയുന്ന സഹായം ചെയ്തു കൊടുക്കുക. നേരത്തെ ഹുസൈൻ സാഹിബ് പറഞ്ഞതുപോലെ ജീവിതത്തിൽ ഒരു LP മദ്രസ പോലും ഉണ്ടാക്കാത്തവരാ സ്റ്റേജുമ കയറിയിട്ട് ഭയങ്കര കുറ്റം ഇങ്ങനെ പറഞ്ഞു. അൽമദീനയിൽ അതുണ്ട്, ഇതുണ്ട്, അതുപോരാ, ഇതുപോരാ, മർക്കസ് സഖാഫത്ത് സുന്നിയിൽ അതുണ്ട്, ഇതുപോരാ. ഈ കുറ്റം ഇങ്ങനെ പറയുന്നവനാരാ? അവന്റെ ജീവിതത്തിൽ ഒരു LP മദ്രസ ഉണ്ടാക്കിയിട്ടില്ല. വാശിയും തർക്കവും മൂത്തു. സുബ്ഹാനല്ലാഹ്. ഇപ്പോ പണ്ട് ബഹുമാനപ്പെട്ട CM വലിയുള്ളാഹി വഫാത്തായ സമയത്ത് ജനാസ കുളിപ്പിച്ച് കൊണ്ടുവന്ന് വെച്ച് പെട്ടെന്നൊരാള്
നിക്കരിക്കാൻ നിന്നിട്ട് വേറെയുള്ള ആരോ നിക്കരിച്ചാളോ എന്നുള്ളത് നോക്കുമ്പോ എവിടെയാ മയ്യത്ത് അവിടെ കിടക്കുന്നത് നിക്കരിക്കാൻ നിൽക്കുന്നത് ഇപ്പടാ. ഞാനാ പറഞ്ഞു കൊടുത്തു, അല്ല അത് മയ്യത്ത് അവിടെയല്ല ഇവിടെയുള്ളത്, ഇങ്ങോട്ട് നിൽക്കണോ? പിന്നെ മയ്യത്തിന് നേരെ നിൽക്കുന്നത് അത് തിരക്കോട്ട് വേറെ ആരോ നിക്കരിച്ചാളോ ഉള്ളപ്പോഴും. അതുപോലെ ഇപ്പോ വലിയൊരു പണ്ഡിതൻ മരണപ്പെട്ട് ആ പണ്ഡിതന്റെ മയ്യത്ത് നിക്കരിച്ചത് പ്രസിഡന്റ് തന്നെയാണ്. മുഖം മറച്ചിട്ടില്ല. ഫോട്ടത്തിൽ പത്രത്തിൽ കണ്ടതാ, ഉള്ളതില്ല എനിക്കറിയില്ല. അത് മറച്ചിട്ട് പിന്നെ രണ്ടാമത് നിക്കരിച്ചതൊന്നും എനിക്കറിയില്ല. പത്രത്തിൽ ഇങ്ങനെയാണ് കാണുന്നത്. മുഖം മറക്കാതെ ഒരു വലിയ ആലിമിന്റെ മയ്യത്ത് മറ്റൊരു വലിയ ആലിമാന്ന് പറയുന്ന ആള് നിക്കരിക്കുന്നു. ഇതൊക്കെ എവിടുന്ന് വരുന്നു? ഭാഷയുടെയും തർക്കത്തിന്റെയും പേരിൽ വരുന്നു. അതുകൊണ്ട് മാന്യമുഅ്മിനീകളെ, അങ്ങനെ വാശി പിടിക്കേണ്ട മതമല്ല നമ്മുടെ ദീന്, വാശി പിടിക്കേണ്ട കാലമല്ല നമ്മുടെ കാലം. നമ്മുടെ ദീൻ ഒരിക്കലും തർക്കത്തിലുള്ള ദീനല്ല. നാം ഒറ്റക്കെട്ടായി അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന് വേണ്ടി പ്രവർത്തിക്കുക. ആ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ വിശ്വാസമാണ് ഞാൻ പറഞ്ഞത്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹുവിനോടുള്ള മഹബ്ബത്ത് കഴിച്ചാൽ പിന്നെ മഹബ്ബത്ത് വെക്കേണ്ടതാണ്. വല്ലദീന ആമനൂ അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്. മുഅ്മിനീങ്ങൾ അല്ലാഹുവിനെ ഏറ്റവും അധികം പ്രിയം വെക്കുന്നവർ ആണ്. അല്ലാഹുവിന്റെ പ്രിയം കഴിച്ചാൽ മഖ്ലൂഖുകളെ കൂട്ടത്തിൽ വെച്ച് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രിയം വെക്കണം. പ്രിയം വെക്കുന്നു എന്ന് വായ കൊണ്ട് പറഞ്ഞാൽ പോരാ, അവിടത്തോട് ഹൃദയത്തിന്റെ അടിത്തട്ടിൽ പ്രിയമുണ്ടാവുകയും അതേ സമയത്ത് അവിടുന്ന് പഠിപ്പിച്ചു തന്ന മാതൃക നാം സ്വീകരിക്കുകയും വേണം. നിങ്ങൾ നോക്കൂ, അഖ്റബുന്നാസി ഇലല്ലാഹി അഹ്സനുഹും അഖ്ലാഖാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മനുഷ്യന്മാരിൽ വെച്ച് അല്ലാഹുവിലേക്ക് ഏറ്റവും അടുത്തവർ ആരാണ്? അഹ്സനുഹും അഖ്ലാഖൻ, നല്ല സ്വഭാവമുള്ളവരാണ്. ചീത്ത പറയുന്നവരല്ല, തെറി പറയുന്നവരല്ല, കളവ് പറയുന്നവരല്ല. അഥവാ ഒരു സഹോദരനിൽ നിന്ന് ഒരു ചെറിയ തെറ്റ് സംഭവിച്ചു പോയാൽ തന്നെ അദ്ദേഹത്തെ രഹസ്യമായി വിളിച്ച് ഉപദേശിച്ചു കൊടുക്കുകയും നന്നാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നതിന് പകരം ഉള്ളതും ഇല്ലാത്തതും വെച്ചുകെട്ടി കളവ് പറഞ്ഞ് സാധാരണക്കാരായ ജനങ്ങളെപ്പോലും നരകത്തിലേക്ക് കൊണ്ടുപോകുന്ന സ്വഭാവം ഉള്ളവർ അല്ല. മറിച്ച് അഹ്സനുഹും അഖ്ലാഖാ, സൃഷ്ടികളെ കൂട്ടത്തിൽ വെച്ച് ഏറ്റവും നല്ല സ്വഭാവമുള്ളവരാരാണ്? അവരാണ് അല്ലാഹുവിലേക്ക് അടുത്തത്. അല്ലാഹുവിന്റെ അമ്പിയാക്കളായ ആദം നബി അലൈഹിസ്സലാം മുതൽ കഴിഞ്ഞുപോയ മുഴുവൻ അമ്പിയാക്കളും ഇവിടെ സൽസ്വഭാവം പഠിപ്പിച്ചിട്ടുണ്ട്. ആ പഠിപ്പിച്ചതിന്റെ പുറമെ ഏറ്റവും നല്ല സൽസ്വഭാവങ്ങൾ ഇവിടെ പഠിപ്പിച്ചു തീർക്കാൻ വേണ്ടിയാണ്, പൂർത്തീകരിച്ചു തരാൻ വേണ്ടിയാണ് ഞാൻ നിയുക്തനാക്കപ്പെട്ടതെന്ന് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മൾ സമ്മേളനത്തിൽ പങ്കെടുത്താൽ മാത്രം പോരാ, നമ്മൾ നിസ്കരിച്ചാൽ മാത്രം പോരാ, നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മളൊന്ന് കണ്ണോടിക്കേണ്ടതുണ്ട്. നാം ആരെങ്കിലും ചീത്ത പറയുന്നതോ അല്ലെങ്കിൽ പറയുന്ന മജ്‌ലിസിൽ പോയി അവരെന്താണ് പറയുന്നതെന്ന് നമുക്ക് കേൾക്കാം എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് ഇരുന്നു പോവുകയോ ചെയ്താൽ തീർച്ചയായും അല്ലാഹുവിന്റെ അടുക്കൽ നാം കുറ്റക്കാരായി പോകും, നമ്മുടെ ഈമാൻ ഇല്ലാതെയായി പോകും. എന്തിനേറെ പറയുന്നു, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു, ആത്മാവിനെ നശിപ്പിക്കുന്ന നഞ്ഞ്, ശരീരത്തെ നശിപ്പിക്കുന്ന വിഷം, പാമ്പ് കടിച്ചാലുള്ള വിഷം കൊണ്ട് ഈ ജഡത്തിന് കേടുവരും. ആ ജഡത്തിൽ നിന്ന് ചിലപ്പോൾ റൂഹ് തന്നെ മാറിക്കളയും. അങ്ങനെയാണ് പാമ്പിന്റെ വിഷം, തേളിന്റെ വിഷം, അതുപോലെ മറ്റു ദുഷിച്ച സാധനങ്ങൾ. എന്നാൽ
മനുഷ്യന്റെ ശരീരത്തിലുള്ള ആത്മാവിന് കേടുപറ്റുന്ന ഏറ്റവും വലിയ അസ്സുമ്മുൽ ഖാതിഉ, മനുഷ്യനെ കൊന്നുകളയുന്ന, മനുഷ്യന്റെ ആത്മാവിനെ നശിപ്പിച്ചു കളയുന്ന ഏറ്റവും വലിയ വിഷമാണ് കേട്ടോ ഉലമാക്കളെ മാംസം തിന്നൽ, ഉലമാക്കളെ കുറ്റം പറയൽ. ബഹുമാനപ്പെട്ട താജുൽ ഉലമയെ ഒരു ചങ്ങാതി തഹിച്ചൊടി പറഞ്ഞു, പടച്ചവനെ ഞാൻ എന്റെ ജീവിതത്തിൽ അത്ര കരഞ്ഞ ഒരു സമയം ഉണ്ടായിട്ടില്ല. താജുൽ ഉലമനെ പറ്റി പറഞ്ഞു. എന്ത്? ഇവിടുത്തെ മുഴുവൻ കിതാബ് എഴുതാ ബേക്കലും ഉസ്താദ് ഇബ്രാഹിം മുസ്ലിയാർ താജുൽ ഉലമയുടെ ശിഷ്യനാണ്. ഏറ്റവും വലിയ പണ്ഡിതൻ, ഏത് മസല ചോദിച്ചാലും പറയാൻ കഴിവുള്ള അദ്ദേഹം താജുൽ ഉലമയുടെ ശിഷ്യനാണ്. അതുപോലെ ബഹുമാനപ്പെട്ട തങ്ങളും അബ്ബാസ് ഉസ്താദും ഇങ്ങനെയുള്ള വലിയ വലിയ ഏലിമീങ്ങൾ ധാരാളം അവിടുത്തെ ഉസ്താദ് ശിഷ്യന്മാരുമാണ്. കാണാതെ ഇങ്ങനെ കുറിച്ച് നടത്താൻ കഴിവുള്ള ബഹുമാനപ്പെട്ട ഉള്ളാട്ടങ്ങളെ പറ്റി ഒരുത്തം പറഞ്ഞു, അയാളെന്ത് അയാൾക്ക് കുറിച്ച് നടത്താൻ, അയാൾ അണ്ണാച്ചക്ക് കുറിച്ച് നടത്താനേ കഴിയുള്ളൂ എന്ന് പറഞ്ഞു. അത് ഞാനൊരു പ്രധാനപ്പെട്ട വ്യക്തിയോട് പറഞ്ഞു. ആ വ്യക്തി അപ്പൊ എന്നോട് പറഞ്ഞു, ഇനി അവൻ 40 ദിവസത്തിന്റെ ഉള്ളിൽ ഈ ലോകത്തോട് വിട്ടുപോകും, പേടിക്കണ്ട. 38ാമത്തെ ദിവസം ഞാനിങ്ങനെ എണ്ണിക്കൊണ്ടുവന്ന് 38ാമത്തെ ദിവസം അവൻ ചൂട് തണിഞ്ഞു പോയി. ആരാണ് താജുൽ ഉലമ? നിങ്ങൾക്ക് തിരിയില്ല. ഇപ്പൊ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ ബഹുമാനപ്പെട്ടവരെ കാണാൻ പോയി. എന്റെ കൂടെ തന്നെ അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. ആരാ? ഏപ്പിയ. എവിടുന്ന് വരുന്നു? ഞാൻ നാട്ടിൽ നിന്ന് വരുന്നു. ഉടനെ അദ്ദേഹം എന്നോട് പറയുന്നത്, അൽഹംദുലില്ലാഹ് നിങ്ങളെല്ലാവരുടെയും ദുആ, ലോകത്തുള്ള മുഅ്മിനീങ്ങളുടെ ദുആ എനിക്കുണ്ടായത് കൊണ്ടായിരിക്കാം എനിക്കിങ്ങനെ സുഖമുള്ളത് എന്ന് പറഞ്ഞു. ഒറ്റ അസുഖവുമില്ല, ഒരു ഓർമ്മക്കേടുമില്ല. അപ്പൊ ഞാൻ അവിടുത്തോട് ചോദിച്ചു, ദലായിൽ ഖൈറാത്ത് എല്ലാ ദിവസവും ചെല്ലാറുണ്ടായിരുന്നല്ലോ, അത് ഇപ്പൊ ചെല്ലാറുണ്ടോ? ഓ, ഞാൻ ചെല്ലാത്ത ഒറ്റ ദിവസവും ഇല്ല, ഇന്ന് രാവിലെയും ചെല്ലിയിരിക്കുന്നു എന്ന് പറഞ്ഞു. ഖുർആൻ ഓതലുണ്ടല്ലോ എല്ലാ ദിവസവും രാവിലെ. ഞാൻ ഇന്ന് ഓതിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട താജുൽ ഉലമ ഒരു മാസം മുമ്പ് എന്നോട് പറഞ്ഞതാണ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അങ്ങനെ എല്ലാ ദിവസവും അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിലുള്ള സ്വലാത്ത്, ആ സ്വലാത്തിൽ ആലിമീങ്ങളൊക്കെ ദായിമാക്കി വരുന്ന ദലായിലുൽ ഖൈറാത്ത് എല്ലാ ദിവസവും ചൊല്ലുന്നവർ, പരിശുദ്ധ ഖുർആൻ എല്ലാ ദിവസവും പാരായണം ചെയ്യുന്ന ഒരു ആലിമ്, ഒരു സയ്യിദ്, ഒരു വലിയ വ്യക്തി ആരാണ് ഇവിടെ അത്രയുള്ളത് എന്ന് നോക്കിയാൽ വളരെ ചുരുക്കമായിരിക്കും. അങ്ങനെയുള്ള ആ ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകളെ പോലും ഒരു കാരണവുമില്ലാതെ അനാവശ്യമായി പറയുന്ന ആളുകൾ വരുമ്പോ നമ്മൾ അത് കേൾക്കാൻ പോകണ്ട. അതാണ് നമുക്ക് മറുപടി പറയാനൊന്നും ആവില്ല, നമുക്ക് മറുപടി പറയേണ്ട ആവശ്യവുമില്ല. പക്ഷേ നമ്മളത് കേൾക്കാൻ പോകണ്ട. അങ്ങനെ തൊള്ളയിൽ തോന്നിട്ട് എന്തൊക്കെയാ പറയുന്നത്, എന്തെല്ലാം പറയുന്നത് നോക്കാൻ ഇങ്ങനെ പറഞ്ഞു നോക്കാൻ വേണ്ടി അത് പോയിക്കൂടാ. ഗീബത്ത് പറയുന്നവനെ, നമീമത്ത് പറയുന്നവനെ, ബഹ്താൻ പറയുന്നവനെ നാം ഒരിക്കലും അനുകൂലിച്ചുകൂടാ. അവരെ പിന്നാലെ പോയിക്കൂടാ. അവരെ ശബ്ദം നമുക്ക് കേട്ടുകൂടാ. അല്ലാഹുവിന്റെ ലഅനത്ത് അവരെ മേൽ ഇറങ്ങുമെന്നതിൽ സംശയമില്ല. ആ ലഅനത്തുകാരുടെ കൂട്ടത്തിൽ നമ്മളായിപ്പോകരുത്. നിങ്ങൾ മനസ്സിലാക്കണം, ഇപ്പോൾ തന്നെ കേരളത്തിൽ ഏതാനും ചില സ്ഥലങ്ങളിൽ ഭൂമി കുലുക്കത്തിന്റെ ചെറിയ ഭൂമി അടയാളങ്ങൾ കണ്ടു. അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. പരപ്പനങ്ങാടി, താന്നൂര്, ചാലിയം ഭാഗത്ത് ഏതാനും ദിവസങ്ങളായി ചെറിയ ഭൂമി കുലുക്കങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനു മുമ്പ് എത്രയോ സമയം ഇവിടെ വലിയ സുനാമി ഉണ്ടായി, ലക്ഷക്കണക്കിന് ആളുകൾ മരിച്ചുപോയി. അതേ പ്രകാരം കാറ്റുണ്ടായി, ആളുകൾ മരിച്ചുപോയി. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് നിങ്ങളൊരു പക്ഷേ കണ്ടോ എന്ന് എനിക്കറിയില്ല, ഞാൻ ടെലിവിഷൻ നോക്കിക്കൊണ്ട് ഇതെനിക്കൊരാൾ കാണിച്ചു തന്നു. ഏകദേശം 1000-ഓളം ആളുകൾ ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടി നിൽക്കുന്നു. ഒരൊറ്റ വെള്ളപ്പൊക്കം വന്ന് ഒരൊറ്റ കുട്ടി പോലുമില്ലാതെ ആ വെള്ളത്തിൽ മുങ്ങിപ്പോയി. നമ്മുടെ ഇന്ത്യ രാജ്യത്തുണ്ടായ സംഭവമാണ്. നിങ്ങൾ മനസ്സിലാക്കണം, ും
أطاع الرجل امرأته وعق أمه وأدنى صديقه وساد القبيلة فاتقهم وكان زعيم القوم رجلهم وشربت الخمور وظهرت القينات والمعازف ولعن آخر هذه الأمة أولها وارتقبوا عند ذلك ريحا حمراء وزلزلة وخطفا ومسخا وآيات تتابع كنظام قطع سلكه فتتابع. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങളായി പറഞ്ഞിട്ടുള്ള ഒരുപാട് അടയാളം. ഈ അടയാളത്തിൽ പ്രധാനമായ ചില അടയാളങ്ങൾ നിങ്ങൾ നോക്കൂ. ഒന്ന്, കള്ളുകുടി വർദ്ധിക്കുക. ലോകത്ത് കള്ളുകുടി വർദ്ധിക്കുക. സ്ത്രീകൾ രംഗപ്രവേശനം ചെയ്യുന്നത് വർദ്ധിക്കുക. പുരുഷന്മാരെ പോലും ചോദ്യം ചെയ്യാൻ ഇതാ ടെലിവിഷൻ ചാനലുകളിലൊക്കെ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പുരുഷന്മാരെയും പണ്ഡിതന്മാരെയും ചോദ്യം ചെയ്യാനുള്ള സ്ത്രീകൾ രംഗപ്രവേശനം ചെയ്താൽ, അതുപോലെ കള്ളുകുടി ലോകത്ത് വർദ്ധിച്ചു കഴിഞ്ഞാൽ ഈ സമുദായത്തിന്റെ അവസാനത്തെ കൂട്ടർ മുൻഗാമികളെ കുറ്റം പറയുന്ന ആക്ഷേപിക്കുന്ന കാലഘട്ടവും വന്നാൽ നിങ്ങളതാ ചുവന്ന കാറ്റ് പ്രതീക്ഷിച്ചു കൊള്ളണം. എന്ന് വേണ്ട, ഭൂമി പിടിച്ചു വിടുന്നതും ഭൂമി കുലുക്കലും അതുപോലെ ആളുകളെ കോലം മറിക്കലും അങ്ങനെ തുടങ്ങി. ഒരു തസ്ബീഹ് മാലയെടുത്ത് അതിന്റെ നൂല് അറ്റിച്ചാൽ അതിന്റെ മണികൾ തുരുതുരെ വരുന്നത് പോലെ അല്ലാഹുവിന്റെ ശിക്ഷകളാകുന്ന ആയാത്തുകൾ വരുന്നത് നിങ്ങൾ പ്രതീക്ഷിച്ചു കൊള്ളണമെന്ന് 1400 സംവത്സരങ്ങൾക്ക് മുമ്പ് അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചു. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനുകളെ, നാം തെറ്റുകുറ്റങ്ങളിൽ നിന്ന് മാറി നിൽക്കണം. നാം ഭിന്നിപ്പിൽ നിന്ന് മാറി നിൽക്കണം. അനൈക്യത്തിൽ നിന്ന് മാറി നിൽക്കണം. ഐക്യത്തോടെ സുന്നത്ത് ജമാഅത്തിന്റെ അഖീദ പറയുവാൻ ഒറ്റക്കെട്ടായി പണ്ഡിതന്മാരും ചെറുപ്പക്കാരും മാലിന്യങ്ങളും കാരണവന്മാരും എല്ലാം മുന്നോട്ട് വേണം. ബിദ്അത്തുകാരൻ ബിദ്അത്ത് പറയുമ്പോൾ അത് ബിദ്അത്താണെന്ന് ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. അതിൽ ഭിന്നിപ്പുണ്ടാകുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് അതിന് നമ്മൾ ഉത്തരവാദിയല്ല. വിദ്യാർത്ഥുകാരൻ വിദ്യാർത്ഥിയായിട്ട് വരുമ്പോ അത് വിദ്യാർത്ഥാണ്, മക്കളെ അങ്ങോട്ട് പോകാൻ പാടില്ല എന്ന് നമ്മൾ പറയുമ്പോ ഭിന്നിപ്പുണ്ടാകുന്നില്ല എന്ന് ചോദിച്ചാൽ അത് നമ്മളല്ല ഭിന്നിപ്പ്, ആ വിദ്യാർത്ഥി കൊണ്ടുവരുന്നവനാണ്. അതുവരെ നടന്നു വന്ന ആശയം, സുന്നത്ത് ജമാഅത്തിന്റെ ആശയം തെറ്റാണെന്ന് ഒരൊറ്റ അടിക്ക് ഒരു ദിവസം നീ പറയുമ്പോ അവനാണ് വിദ്യാർത്ഥുകാരൻ. ഖുർആനും സുന്നത്തും മതി ഞങ്ങൾക്ക്. കോരാക്കന്മാര് വേണ്ട, ഇമാമിങ്ങൾ വേണ്ട എന്ന് പ്രസംഗിക്കുന്നത് കേട്ടാൽ എന്തൊരു മധുരമാണെന്നല്ലോ. ഖുർആനും സുന്നത്തും മുറുകെ പിടിക്കുന്നവർ. നമുക്ക് ഹോജാക്കന്മാര് വേണ്ട, പണ്ഡിതന്മാര് വേണ്ട, ഞങ്ങൾക്ക് ആരും പറയുന്നത് കേൾക്കണ്ട, നിങ്ങൾക്ക് ഖുർആനും സുന്നത്തും മതി എന്ന് പറയുന്നത് കേട്ടാൽ എന്തൊരു രസമാണ്. ഒരു വൈദ്യൻ വന്നിട്ട്, ഒരു നാടൻ വൈദ്യൻ വന്നിട്ട് പറയുന്നു, ഇവിടെയുള്ള എല്ലാ ചികിത്സകളും തെറ്റാണ്. ഇംഗ്ലീഷ് മരുന്ന് കഴിച്ചാൽ അതിന് സൈഡ് എഫക്റ്റ് ഉണ്ടാകും, റിയാക്ഷൻ ഉണ്ടാകും, അതുകൊണ്ട് അത് കഴിക്കാൻ പാടില്ല. ഹോമിയോ മരുന്ന് അതിൽ ചില കേടുകളുണ്ട്, അത് കഴിക്കാൻ പാടില്ല. പിന്നെ ആയുർവേദോ അതിങ്ങനെ ഒരുപാട് കാലം ഉപയോഗിക്കണം, അതും കാണണ്ട എന്ന് പറഞ്ഞിട്ട് ഒരാള് പറയാ ഒറ്റമൂലിക, ഒറ്റ മരുന്ന് അത് മാത്രമേ രോഗത്തിന് കഴിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ട് അയാള് ഒരു രോഗത്തിന് ഒറ്റ മരുന്ന് കൊടുത്തു. ബാക്കി നിങ്ങൾ ഒറ്റ മരുന്ന് എടുത്തു കഴിക്കണമെന്ന് പറഞ്ഞു പോയി. ഞാൻ ചോദിക്കുന്നു സഹോദര, ഇവിടെയുള്ള ജനങ്ങൾ മുഴുവനും കാട്ടിലേക്ക് കയറി അവരിഷ്ടമുള്ള ഒറ്റ മരുന്ന് പറിച്ചു കഴിക്കണമെന്നാണോ ഇതിന്റെ അർത്ഥം? ഒരിക്കലും അല്ല. മറിച്ച് തഴക്കവും പഴക്കവും നൈപുണ്യവും സിദ്ധിച്ച അഗ്രഗണ്യരായ
പ്രധാനപ്പെട്ട വൈദ്യന്മാരും ഡോക്ടർമാരും പറയുന്നതനുസരിച്ച് ഈ മരുന്ന് കഴിക്കണം എന്നാണ് ഇതിന്റെ അർത്ഥം. എന്നല്ലാതെ എല്ലാ അണ്ടനും അടകോടനും പൊട്ടനും കുരുടനും എല്ലാം ഖുർആൻ എടുത്തിട്ട് ഇങ്ങോട്ട് നോക്കി അതിൽ നിന്ന് മസാല പറയണം. ബേക്കലം ഇബ്രാഹിം മുസ്ലിയാർ അടുക്കൽ ഒരാൾ വന്നു, ഉസ്താദെ ഞാനിക്കൊല്ല ഹജ്ജിന് പോകാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്, എനിക്ക് മസാല ഒന്ന് അറിയണം. ഖുർആനും എടുത്ത് ഇതിലുണ്ട് എന്ന് പറഞ്ഞു. ഇയാൾ ശേഷം പറഞ്ഞ ആളാന്ന് അറിയാം. അപ്പൊ ഖുർആൻ എടുത്തിട്ട് അങ്ങോട്ട് കൊടുത്തു, ഇതിലുണ്ട് എന്ന് പറഞ്ഞു. തിരിച്ച് മറിച്ച് തിരിച്ച് നോക്കുമ്പോൾ ഉസ്താദ് ഇതിൽ നിന്നൊന്നും തിരിയുന്നില്ല, മനസ്സിലാകണില്ല. എന്ന് പറഞ്ഞിട്ട് നല്ല കിതാബുകൾ 1000 കിതാബ് വെച്ച കുത്തുബ് ഖാനയിൽക്ക് ഇട്ടിട്ട് ഒരൊറ്റ അടക്കൽ നോക്കിവിടും. ഇവരുണ്ട് അറിയുന്നത് കിതാബ് ഇങ്ങനെയോ പിടിക്കേണ്ടത് ഇങ്ങനെയോ പിടിക്കേണ്ടത് അതുവരെ അറിയുന്നില്ല. അങ്ങനെ നോക്കി 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 എന്തായിട്ടും ഹജ്ജിന്റെ മസാല കാണുന്നില്ല. അവസാനം ഇവൻ വന്നിട്ട് പറയുന്നു, ഉസ്താദ് കൊല്ലത്തെ ഹജ്ജ് കഴിഞ്ഞുപോയി, ആയത്തിലും ഹദീസിലൊന്നും മസാല കാണുന്നില്ല. എന്ത് മസാല? ഇവന് ഖുർആൻ ഓതാൻ തന്നെ അറിയാത്ത മനുഷ്യരാണ്, പടു മനുഷ്യനാണ്. ഇവനിങ്ങനെ ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും പിടിക്കും. അപ്പോ മെല്ലെ ഇബ്രാഹിം ഉസ്താദ് ഒരു കുട്ടിയെ വിളിച്ചിട്ട് മോനെ ഒരു ഒന്ത എടുത്തിട്ടാന്ന് പറഞ്ഞു. ഒന്ത കൊണ്ടുവന്ന് അങ്ങനെ അതാ മെല്ലെ ചെറുപ്പ ചുരുങ്ങിയ നിലക്ക് ഉറൂദുൽ ഹജ്ജി ശുറൂത്തുൽ ഹജ്ജി അങ്ങനെ ഫർളുകളും ഷർത്തുകളും അർക്കാനുകളും ഒക്കെ ചെറിയ നിലക്ക് എന്ന് പഠിപ്പിച്ചു കൊടുത്തു. അപ്പോ ഖുർആനും സുന്നത്തും എടുക്കണമെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഖുർആനിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞത് എടുക്കണമെന്ന് തന്നെയാണ് അതിന്റെ അർത്ഥമെന്ന് അപ്പോഴാണ് ഈ വിഡ്ഢിയങ്ങയ മനുഷ്യന് മനസ്സിലാകുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് ഞാൻ പറയുന്നു, ഇവിടുത്തെ ബിദ്അത്തുകാരൻ വന്ന് സുന്നത്ത് ജമാഅത്തിന്റെ വിരോധി വന്ന് നിങ്ങളോട് ഉപദേശിച്ചു തരുമ്പോൾ നിങ്ങളതിൽ പെട്ടുപോകരുത്. ഖുർആനും സുന്നത്തും തന്നെയാണ് കേട്ടോ ഞങ്ങളെല്ലാം പറയുന്നത്, ഞങ്ങളെ ഉസ്താദുമാര് പറഞ്ഞത്, അവരെ ഉസ്താദുമാര് പറഞ്ഞത്. അങ്ങനെ അൽ അഇമ്മത്തുൽ അർബഅ 4 മദ്ഹബിന്റെ ഇമാമുകൾ പറഞ്ഞിട്ടുള്ളതെല്ലാം പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും തന്നെയാണ് കേട്ടോ. ആ തിരുസുന്നത്ത് മുറുകെ പിടിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഉലമാക്കളെ സ്വീകരിച്ചുകൊണ്ട് നിങ്ങളും ഞാനും പ്രവർത്തിക്കുക. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആശയത്തിൽ അടിയുറച്ചു നിൽക്കുക. അതിനുവേണ്ടി നിങ്ങളെ കൊണ്ട് കഴിയുന്ന എല്ലാ ഒത്താശകളും ചെയ്തു കൊടുക്കുക. ഇപ്പോ അബ്ബാസ് ഉസ്താദ് പറഞ്ഞു, നമ്മൾ പണ്ട് സ്ഥലം വാങ്ങിയ കഥ പറഞ്ഞു. അന്ന് ചെറിയ കാശ് മതിയായിരുന്നു. മർക്കസ് സഖാഫത്ത് സുന്നിയക്ക് 1977 ഞങ്ങൾ സ്ഥലം വാങ്ങിയത് ഒരു സെന്റിന് 300 രൂപ കൊടുത്തിട്ടാണ്. വെറും 300 രൂപ കൊടുത്തിട്ടാ ഒരു സെന്റ് ഭൂമി. ഇന്ന് അവിടെ 3 ലക്ഷത്തിനും കിട്ടൂല, 10 ലക്ഷത്തിനും കിട്ടൂല ഒരു സെന്റ് ഭൂമി. അങ്ങനെ വില കൂടിപ്പോയി. അബ്ബാസ് മുസ്ലിയാർ വലിയ ഭാഗ്യവാനാണ് എന്നുള്ളതിലേക്ക് ഓരോ തെളിവും വരിക. ഇപ്പൊ ഒരു ഭൂമി വാങ്ങിയിട്ടുണ്ട്, 2 ഏക്കർ സ്ഥലം, വെറും 15,000 രൂപ ഒരു സെന്റിനുള്ളൂ എന്നാണ് പറയുന്നത്. അൽഹംദുലില്ലാ, ഞാനത് കേട്ടപ്പോ വളരെ അത്ഭുതപ്പെട്ടു പോയി. എന്തിനു പറ്റുമെന്ന് ചോദിച്ചപ്പോ അദ്ദേഹം പറയും, പാറക്കല്ല് ഒന്നല്ല, നല്ല മണ്ണുള്ള സ്ഥലമാണ്, റബ്ബർ വെക്കാനും കൃഷി ഉണ്ടാക്കാനും നമുക്ക് സ്ഥാപനത്തിന് വരുമാനം ഉണ്ടാക്കാനും കഴിയും എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ആ 15 രൂപ ഒരു സെന്റിന് എന്ന് പറയുമ്പോ ഇവിടെ കൂടിയ ഒരുപാട് ആളുകൾക്ക് അതിന് കൊടുക്കാൻ കഴിയും. ഒരു സെന്റ് വീതം കൊടുക്കാൻ കഴിയും. ഞാൻ തന്നെ ഉദ്ഘാടനം ചെയ്യട്ടെ. ഒരു സെന്റ് ഇൻഷാ അല്ലാഹ് അതിന്റെ പൈസ 15,000 രൂപ ഞാൻ തരും. അല്ലാഹു തആല സ്വീകരിക്കട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇനി ആരാ തരാ? മജീദാജി, മജീദാജി
5 ലക്ഷം തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്. അല്ലാഹു അദ്ദേഹത്തിന്റെ ബിസിനസ്സിലൊക്കെ ബർക്കത്ത് ചെയ്ത് കൊടുക്കട്ടെ. അല്ലാഹു ബർക്കത്ത് ചെയ്ത് കൊടുക്കട്ടെ. ആമീൻ. നിങ്ങൾ ബഖീൽത്തര കാണിക്കണ്ട, ആമീൻ പറയണോ? അല്ലാഹു തആല ബർക്കത്ത് ചെയ്ത് കൊടുക്കട്ടെ. പിന്നാരാ വേഗം പെട്ടെന്ന് ബാംഗ്ലൂര് അൽമദീനന്റെ പ്രസിഡന്റ് ബാംഗ്ലൂരിലെ 2 സെന്റ് മരണപ്പെട്ടു പോയ ഉപ്പന്റെ പേരിൽ അല്ലാഹു അവരുടെ ഖബറിനെ വെളിച്ചമാക്കി കൊടുക്കട്ടെ. അവരുടെ എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും അല്ലാഹു സാധിപ്പിച്ചു കൊടുക്കട്ടെ. ആമീൻ. ഞാൻ നിർത്തുകയാണ്. പേരോട് പ്രസംഗിക്കാനുണ്ട്, വേറെയും പറയാൻ പ്രസംഗിക്കാനുണ്ട്. ഞാനുള്ളത് ആരുണ്ട്? ഉസ്മാനാജി 1 സെന്റ് 2 സെന്റ് 3 സെന്റ് ഒക്കെ ഞാൻ പറയാൻ. ഒരാളെ അവിടെ പേര് കൽക്കട്ട അസ്സംബാജി 1 സെന്റ്. അല്ലാഹു തആല ഖബൂൽ ചെയ്യട്ടെ. അല്ലാഹു തആല അദ്ദേഹത്തിന്റെ എല്ലാ ഖൈറായ ഉദ്ദേശങ്ങളും പൂർത്തിയാക്കി കൊടുക്കുമാറാകട്ടെ. രോഗങ്ങൾക്ക് അല്ലാഹു ശിഫയാക്കി കൊടുക്കട്ടെ. ആമീൻ. പിന്നെ വേഗം ഉടനെ നമുക്ക് നല്ല രസകരമായ നിലക്ക് ഷെയ്ഖ് ഹുസൈൻ നല്ല പേര് ഇസാമുദ്ദീൻ മുസ്തഫ അവരുടെ നല്ല ബൈത്ത് ഇൻഷാ അല്ലാഹ് ഇപ്പൊ കേൾക്കാം. 5-10 മിനിറ്റ് അഷ്ആർ ഇൻഷാ അല്ലാഹ് ബഅദ ഖലീൽ. 1 സെന്റ് തൗഫീഖ് ഇവര് തൗഫീഖ് ഹാജി ഞാനവിടെ വീട്ടിൽ പോയിട്ടുണ്ട്, ഭക്ഷണം കഴിച്ചിട്ടൊക്കെ ഉണ്ട്. അല്ലാഹു അവർക്ക് ദീർഘായുസ് കൊടുക്കട്ടെ. അല്ലാഹു ആഫിയത്ത് കൊടുക്കട്ടെ, ബർക്കത്ത് കൊടുക്കട്ടെ. ആമീൻ. ഖത്തർ ബാവ ഹാജി 1 സെന്റ്. അല്ലാഹു അവർക്ക് ബർക്കത്ത് ചെയ്ത് കൊടുക്കട്ടെ. അവരുടെ ഖൈറായ ഉദ്ദേശങ്ങളെല്ലാം പൂർത്തിയാക്കട്ടെ. ആമീൻ. പെട്ടെന്ന് വല്ലാത്തൊരു സൗകര്യ 1 സെന്റ് വളരെ പെട്ടെന്ന് എല്ലാവർക്കും കൊടുക്കാൻ കഴിയും. പിന്നെ വേഗം ആരും എഴുതിയിരിക്കണ്ട, ഇപ്പൊ നിർത്തി തരാം. വേഗം SK ഖാദർ ഹാജി 1 സെന്റ്. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അല്ലാഹു തആല എളുപ്പമാക്കി കൊടുക്കട്ടെ, കാര്യങ്ങളൊക്കെ എളുപ്പമാക്കട്ടെ. റഹ്മാനായ മലിക്കുൽ മുലൂക്കായ റഹ്മാനായ റബ്ബ്, സാധുക്കളായ ഞങ്ങളുടെ ഈ സദസ്സ് നീ കബൂൽ ചെയ്യണേ റഹ്മാനെ. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്ന ഈ സദസ്സ് അവിടത്തേക്ക് പൊരുത്തപ്പെട്ട സദസ്സാക്കി തീർക്കണേ റഹ്മാനെ. റസൂലുള്ളാഹിന്റെ തിരുനോട്ടം ഞങ്ങളിലേക്ക് ഉണ്ടാവണം റഹ്മാനെ. ഞങ്ങളുടെ സർവ്വദോഷങ്ങളും നീ പൊറുത്തു തരണം റഹ്മാനെ. ഞങ്ങളുടെ എല്ലാ ചെറുതും വലുതുമായ ദോഷങ്ങൾ നീ പൊറുത്തു തരണം റഹ്മാനെ. ഈ മഹത്തായ സ്ഥാപനത്തിന് സഹായിക്കുന്ന മുഴുവൻ ആളുകളെയും നീ സഹായിക്കണം റഹ്മാനെ. ഞങ്ങളുടെ മുഴുവൻ സ്ഥാപനങ്ങളെയും പ്രവർത്തനങ്ങളെയും സഹായിക്കുന്നവരെ നീ സഹായിക്കണം റഹ്മാനെ. നീ സഹായിക്കണം റഹ്മാനെ. ഞങ്ങളുടെ എല്ലാ ഹലാലായ മുറാദുകളും ഹാസിലാക്കി തരണം റഹ്മാനെ. ഞങ്ങൾക്കെതിരെ വരുന്ന മുഴുവൻ സിഹറുകളെയും അത് അയക്കുന്നവരിലേക്ക് തന്നെ മടക്കിക്കൊടുത്തു ഞങ്ങളെ രക്ഷപ്പെടുത്തണം റഹ്മാനേ. നീ ആ സിഹറുകൾ മുഴുവനും അവരേക്ക് തന്നെ തിരിച്ചു കൊടുക്കണം റഹ്മാനെ. ഞങ്ങളെ രക്ഷപ്പെടുത്തണം റഹ്മാനെ. ഞങ്ങൾക്ക് നീ സലാമത്ത് നൽകണം റഹ്മാനെ. എല്ലാ ചതിയിൽ നിന്നും എല്ലാ കുതന്ത്രങ്ങളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളെ ബന്ധപ്പെട്ടവരെയും നീ രക്ഷപ്പെടുത്തണം റഹ്മാനെ. അർഹമുർ-റഹീമായ അല്ലാഹ്, ബഹുമാനപ്പെട്ട താജുൽ ഉലമാ തങ്ങളവർക്ക് നീ ആഫിയത്തോടെ ദീർഘായുസ് നൽകണം റഹ്മാനെ. ബഹുമാനപ്പെട്ട എംഎ ഉസ്താദിന് അർഹമുർ-റഹീമായ റബ്ബേ ആഫിയത്തോടെ ദീർഘായുസ് നൽകണം റഹ്മാനെ. ബഹുമാനപ്പെട്ട ഉസ്താദ്, അതുപോലെ തിരൂരങ്ങാടി ബാപ്പുമുസ്ലിയാർ തുടങ്ങി ഞങ്ങളെ ആലിമീങ്ങളിൽ പലരും രോഗികളായവരുണ്ട്. അവർക്കൊക്കെ നീ ആഫിയത്ത് നൽകണം റഹ്മാനെ. ബഹുമാനപ്പെട്ട മഞ്ഞനാടി ഉസ്താദ്, ഈ സ്ഥാപനത്തിനെ ഞങ്ങൾ ഓർക്കുമ്പോൾ അദ്ദേഹത്തെ ഞങ്ങൾക്ക് ഓർക്കാതെ വയ്യ. ബഹുമാനപ്പെട്ടവരുടെ ഖബറിനെ നീ വെളിച്ചമാക്കി കൊടുക്കണം റഹ്മാനെ. അവരുടെ ഖബറിനെ നീ സ്വർഗ്ഗത്തുപ്പാക്കണം റഹ്മാനെ. അവരുടെ ദർജനെ നീ ഏറ്റിക്കൊടുക്കണം റഹ്മാനെ. അവരുടെ മകളുടെ ഭർത്താവായിരുന്ന ആലമ്പാടി ഉസ്താദ്, അദ്ദേഹത്തിനും നീ
പുറത്തു കൊടുക്കണം റഹ്മാനെ, അവരുടെ ഖബറിനെ നീ സ്വർഗ്ഗതോപ്പാക്കണം റഹ്മാനെ. മുഹിമ്മാത്ത് സ്ഥാപിച്ചുകൊണ്ട് ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞ ബഹുമാനപ്പെട്ട താഹിറുൽ ഹുദൽ തങ്ങളവർക്ക് നീ ദർദന ഏറ്റിക്കൊടുക്കണം റഹ്മാനെ, നീ ദർദന ഏറ്റിക്കൊടുക്കണം റഹ്മാനെ. അവരെ എല്ലാവരുടെയും ഭാര്യമാർക്കും മക്കൾക്കും കുടുംബങ്ങൾക്കും നീ ആഫിയത്തും ബർക്കത്തും ചെയ്യണം റഹ്മാനെ. പടച്ചവനെ അൽബദീനക്ക് സഹായിച്ച കൂട്ടത്തിൽ മരിച്ചുപോയ മുഴുവൻ ആളുകൾക്കും നീ സ്വർഗം പ്രദാനം ചെയ്യണം റഹ്മാനെ. ഈ അമലിന്റെ പ്രതിഫലം അവർക്ക് കൂടി നീ എത്തിച്ചു കൊടുക്കണം റഹ്മാനെ. ഞങ്ങളുടെ എല്ലാവരുടെയും കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയവരുടെ ഖബറിലേക്ക് ഞങ്ങളുടെ പ്രവർത്തനങ്ങളുടെ പ്രതിഫലം നീ എത്തിച്ചു കൊടുക്കണം റഹ്മാനെ. അവരുടെ ഖബറിനെ നീ സ്വർഗ്ഗതോപ്പാക്കണം റഹ്മാനെ. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ പ്രവർത്തനത്തിൽ ഞങ്ങൾക്കെല്ലാവർക്കും നീ കഴിവ് ഏറ്റി തരണം റഹ്മാനെ. തെറ്റിദ്ധരിച്ചുകൊണ്ട് സുന്നത്ത് ജമാഅത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്ന ആളുകളെ സുന്നത്ത് ജമാഅത്തിലേക്ക് തിരിച്ചു തരണം റഹ്മാനെ. തെറ്റിദ്ധരിഞ്ഞ് അല്ലാതെ കൈകൂട്ടി ഭാഷ കൊണ്ടും അങ്ങേറ്റത്തെ എതിർപ്പ് കൊണ്ടും പോകുന്നവരുണ്ടെങ്കിൽ അവരുടെ ശരീരത്തിൽ നിന്ന് ഞങ്ങളെയും ഞങ്ങളുടെ പ്രസ്ഥാനത്തെയും നീ രക്ഷപ്പെടുത്തണം റഹ്മാനെ. ബഹുമാനപ്പെട്ട ഉലമാക്കളെയും സ്വാലിഹീങ്ങളെയും ഭയം വെക്കുന്ന മുഹിദ്ദീങ്ങളിൽ ഞങ്ങളെ പെടുത്തണം റഹ്മാനെ. റഹ്മാനെ ഒരുപാട് മുതഅല്ലിമീങ്ങൾ ആലിമീങ്ങളൊക്കെ ഇവിടെയുണ്ട്. എല്ലാ മുതഅല്ലിമീങ്ങൾക്കും നീ ഇൽമിനെ ഏറ്റി തരണം റഹ്മാനെ. ഞങ്ങളെല്ലാവരും മുതഅല്ലിമീങ്ങളാണ്, ഞങ്ങൾക്ക് നീ നാഫിയായ ഇൽമിനെ ഏറ്റി തരണം റഹ്മാനെ. ഞങ്ങൾക്ക് ഇൽമിന്റെ ശഗലിലായി ആയുസ്സിനെ നീട്ടിത്തരണം റഹ്മാനെ. പഠിച്ചവരെ എല്ലാവർക്കും ഇവിടെ ഒരുമിച്ച് കൂടിയ ബഹുജനങ്ങൾക്കും നീ ബർക്കത്ത് ചെയ്യണം റഹ്മാനെ. വിദേശ രാജ്യങ്ങളിലെല്ലാം ഞങ്ങളുടെ മുഴുവൻ സ്ഥാപനങ്ങളെയും സഹായിക്കുന്നവരുണ്ട്. അവർക്കെല്ലാം നീ പ്രത്യേകമായ സഹായം നൽകണം റഹ്മാനെ. സൗദി അറേബ്യ, കുവൈത്ത്, ബഹ്റൈൻ, ഖത്തർ, UAE, ഒമാൻ തുടങ്ങിയ സ്ഥലങ്ങളും അതുപോലെ യൂറോപ്യൻ നാടുകളും അവിടെയെല്ലാം ഞങ്ങളെ സഹായിക്കുന്നവരുണ്ട്. അവർക്ക് മുഴുവനും നീ ഖൈറും ബർക്കത്തും സലാമത്തും ഏറ്റിക്കൊടുക്കണം റഹ്മാനെ. ഞങ്ങളിൽ നിന്ന് മരിച്ചു പോയവരുടെ ഖബറിന് നീ സ്വർഗ്ഗതോപ്പാക്കി കൊടുക്കണം റഹ്മാനെ. ഞാൻ നിർത്തുന്നു. ആരെങ്കിലും ഉണ്ടോ? അബ്ദുൽ ഗഫൂർ സഖാഫി ഒരു സെന്റ് സ്ഥലം എന്റെ കാശ് അദ്ദേഹത്തിന്റെ കടത്തിന് അള്ളാഹു വീട്ടി കൊടുക്കട്ടെ, അള്ളാഹു കടം വീട്ടി കൊടുക്കട്ടെ. ഇസ്മായിൽ തങ്ങൾ ജനറൽ സെക്രട്ടറി ഒരു സെന്റ് ഭൂമി അള്ളാഹു തല എളുപ്പമാക്കി കൊടുക്കട്ടെ, പ്രവൃത്തി മർത്തിത്തായി കൊടുക്കട്ടെ, അള്ളാഹു തല ബർക്കത്ത് ചെയ്യട്ടെ. ഞാൻ MS ഷബീർ ഒരു സെന്റ്, ബഷീർ മുടിപ്പ് ഒരു സെന്റ്, മുസ്തഫ ഒരു സെന്റ്, അബൂബക്കർ സഖാഫി ഒരു സെന്റ്, മുത്തുബാവാജി സമ്പർക്കൊട്ട ഒരു സെന്റ്. അല്ലാഹു തആല അവർക്ക് എല്ലാവർക്കും ബർക്കത്ത് ചെയ്ത് കൊടുക്കട്ടെ, അവരുടെ ഖൈറായ ഉദ്ദേശങ്ങൾ പൂർത്തിയാക്കട്ടെ. ഇനി ഒരു സെന്റിന്റെ 1/3 ഭാഗം തരാൻ പറ്റിയവരുണ്ട് കുറച്ചാള്. 5000 രൂപ 15,000 ഒരു സെന്റിനുള്ളത് 1/3 ഭാഗം തരാൻ പറ്റിയവർ ആരാണ്? മഞ്ഞനാടി സെക്ടർ SYSന്റെ വകയായി 5000 രൂപ. അല്ലാഹു ആ പ്രവർത്തകർക്ക് ബർക്കത്ത് ചെയ്ത് കൊടുക്കട്ടെ, അവരുടെ ഖൈറായ ഉദ്ദേശങ്ങളൊക്കെ പൂർത്തിയാക്കി കൊടുക്കട്ടെ, ദീനിന് പ്രവർത്തിക്കാൻ തൗഫീഖ് നൽകട്ടെ. അബ്ദുള്ള ലക്കശ്രീ 5000 രൂപ. അല്ലാഹു തആല ബർക്കത്ത് ചെയ്ത് കൊടുക്കട്ടെ, അല്ലാഹു തആല ഖൈർ ചെയ്ത് കൊടുക്കട്ടെ. ആമീൻ. സഅദിയന്റെ സമ്മേളനം എന്നാണ്? ഫെബ്രുവരി 7, 8, 9 എനിക്ക് ഓർമ്മയുണ്ട്. ഓർമ്മയുള്ളവർ ഇവിടെ ഉണ്ടാവുന്ന അറിയാം.
7, 8, 9 തീയതികളിൽ ജാമിയ സൗദിയുടെ സമ്മേളനം ജനുവരി അല്ല ഫെബ്രുവരി 7, 8, 9 അവർക്ക് ആ സമ്മേളനത്തിൽ നാളെ മുതൽ നിങ്ങളെല്ലാവരും പ്രവർത്തിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹു വിജയിപ്പിക്കട്ടെ. SSFന്റെ 25ാം വാർഷിക സമ്മേളനത്തിന്റെ ഉദ്ഘാടന സമ്മേളനം ജനുവരി 2-ന് രാവിലെ 10 മണിക്ക് മംഗലാപുരത്ത് വെച്ച് നടക്കുന്നു. ബാക്കി കാര്യം അവർ പറയും. 25 പെൺകുട്ടികളെ നിക്കാഹോട് കൂടിയാണ് നടക്കുന്നത്. അള്ളാഹു എളുപ്പമാക്കി കൊടുക്കട്ടെ. ആമീൻ. ആലമ്പാടി ഉസ്താദിന്റെ ആണ്ട് ഈ മാസം അവർക്ക് വേണ്ടി തരുന്നല്ലോ. അല്ലാഹു തആല അവർക്ക് പുറത്തു കൊടുക്കട്ടെ, അവർക്ക് ദർജ കയറ്റി കൊടുക്കട്ടെ. ഇബ്രാഹിം തട്ടില്ല 5500 രൂപ 7500 രൂപ. അല്ലാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ. അരസുണ്ട്. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ആമീൻ.